ഞാനും പല ആളുകളെയും കണ്ടിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ അവർ ദുആയുടെ സന്ദർഭത്തിൽ അവർക്ക് ദുആ ചെയ്യണമെന്ന് തോന്നുമ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണാൻ കഴിയും. സത്യത്തിൽ അത് ബിദ്അത്താണ്, പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട സുജൂദുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമസ്കാരത്തിലെ സുജൂദുകളാണ്, മറ്റൊന്ന് മറവിയുടെ സുജൂദ്. നമസ്കാരത്തിൽ വല്ല മറവിയും സംഭവിച്ചിട്ടാണ് സുജൂദ് ചെയ്യുന്നതെങ്കിൽ അതും ഓക്കെയാണ്. പിന്നെയുള്ളത് തിലാവത്തിൻ്റെ സുജൂദാണ്. ഖുർആൻ ഓതുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് വന്നാൽ അതിൻ്റെ സുജൂദുണ്ട്. പിന്നെ ശുക്റിൻ്റെ സുജൂദുണ്ട്. ഈ സുജൂദല്ലാതെ ദുആ ചെയ്യാൻ വേണ്ടി മാത്രമായി സുജൂദിൽ വീഴുന്നൊരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കാണിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊന്നും തന്നെ ദുആ ചെയ്യാൻ വേണ്ടി കൈകൾ ഉയർത്തി എന്നല്ലാതെ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തും, ആ ഉയർത്തുന്നതിൻ്റെ രീതികളൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ ചാനലിൽ ആ വിഷയം നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ കൈകൾ ഉയർത്തി ദുആ ചെയ്യുക എന്നല്ലാതെ സുജൂദിൽ വീണുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു സുജൂദ് നമസ്കാരത്തിന് ശേഷമോ അല്ലാതെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല, സ്വഹാബികളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അത്തരത്തിലുള്ള സുജൂദുകൾ അത് ബിദ്അത്താണ്, പാടില്ലാത്തതാണ്, ഒഴിവാക്കണം.